ഇപ്പോൾ പെട്ടെന്നൊരാവശ്യത്തിന് ആർക്കേക്കും നിങ്ങളുടെ ആധാർ കാർഡ് നമ്പറോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പറോ നിങ്ങൾക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് അത് സേവ് ചെയ്തിരിക്കുന്നത് പോയി എടുത്ത് അത് കോപ്പി ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ എനിക്കാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. സിമ്പിളായിട്ട് ഞാൻ എൻ്റെ ജീബോർഡിൽ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആധാർ കാർഡ് നമ്പർ വരും. അതേപോലെ തന്നെ BC എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ വരും. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിലും സാധിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഗൂഗിളിൻ്റെ കീബോർഡ് ആയിരിക്കണം. അപ്പോൾ അതിൽ സെറ്റിങ്സിൽ പോയിട്ട് ഡിക്ഷണറി, അതിൽ പേഴ്സണൽ ഡിക്ഷണറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഓൾ ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ട് മുകളിൽ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്. ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് മെസ്സേജ് ആണോ, അതായത് ഇപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ്, ആ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യാനും അതേപോലെ തന്നെ ആ ഒരു മെസ്സേജ് ഏത് ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ടാണ് വരേണ്ടത്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വേർഡോ അല്ലെങ്കിൽ ലെറ്റേഴ്സോ ഷോർട്ട് കട്ട് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ സേവ് ചെയ്തിരിക്കുന്ന നമ്പറോ അല്ലെങ്കിൽ മെസ്സേജോ നിങ്ങൾക്ക് കീബോർഡിൽ വരുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സുകളും അതേപോലെ തന്നെ മെസ്സേജുകളൊക്കെ ഇതേപോലെ ഷോർട്ട് കട്ട് ആയിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാവശ്യം വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആർക്കാന്ന് വെച്ചാൽ അയച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.